പുതിയ വർഷം, പുതിയ അഭിഷേകം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും നീങ്ങിപ്പോകും, അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും നീങ്ങിപ്പോകും, അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും എന്നുള്ളതാണ്. സങ്കീർത്തനം 55:22 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ ലഭിക്കും എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും, സമാധാനം നിനക്ക് ലഭിക്കും എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എവിടെയാണ് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നത്, എവിടെയാണ് നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നത്? അത് ദൈവത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വരാം. പുതിയ വർഷം പുതിയ അഭിഷേകമാണ്. പുതിയ അഭിഷേകത്തോടുകൂടി, പുതിയ കൃപകളോടുകൂടി, പുതിയ കൃപാവരങ്ങളോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയല്ല, 2025 എന്ന വർഷം ചെയ്തതുപോലെയുള്ള ശുശ്രൂഷയല്ല. 2026 എന്ന് പറഞ്ഞ വർഷത്തിൽ പുതിയ അഭിഷേകത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ശുശ്രൂഷ വിജയകരമായി തീരണമെങ്കിൽ നമ്മൾ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്, ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ സമർപ്പണത്തെ സ്വീകരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ സമർപ്പണത്തെ സ്വീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിന്റെ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ മക്കളെ അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്ന കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. പുതിയ വർഷം പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവേ. ദൈവത്തിന്റെ കരുതലും കാവലും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. കരുണ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ആശ്വാസം കണ്ടെത്തുവാൻ, സമാധാനം കണ്ടെത്തുവാൻ, ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും കണ്ടെത്തുവാൻ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഈ വചനം കേൾക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ. ആമീൻ. കർത്താവായ ശംസികാരുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിസരവാട് സമ്മതവാസവും വാഴുകൾ ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.